ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ്സ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ്, ടിപ്സ് ആൻഡ് നോളജ് എന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളിൽ ഇങ്ങനെ ചീത്തവിളി ആയാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇന്ന് പറയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കാനും 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് മേജർ ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. റീസെൻ്റ്ലി വന്നിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റുകളായിരുന്ന നമ്മുടെ ക്യാപ്സും അതേപോലെ തന്നെ പുതിയൊരു വാലറ്റ് നമ്മുടെ ടെലിഗ്രാമിൽ വന്നിട്ടുണ്ട്. ആ ഒരു വാലറ്റിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റും അതിൽ റെഫർ ചെയ്താൽ നമുക്ക് 40 രൂപയാണ് കിട്ടുക എന്നുള്ളൊരു വലിയ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപ്സിൻ്റെ ഒരു ക്യാപ്സ് പ്രൊജക്റ്റിൻ്റെ ഒരുപാട് ക്യൂരിയോസിറ്റിയും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള എല്ലാ കണ്ടൻറ്റും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അവർ റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ളത് 8 ഡേയ്സിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ 5 ഡേയ്സ് പ്രൊജക്റ്റ് 5 ഡേയ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അവർ റിമൈൻഡർ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാക്സിമം ടിക്കറ്റൊക്കെ അതിൽ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റായിട്ട് NFT ഒക്കെ കിട്ടും. ഇത് ടെലിഗ്രാം CUൻ്റെ പ്രൊജക്റ്റാണ്. അത് പക്ഷേ നമുക്ക് ഒഫീഷ്യലായിട്ടൊന്നും ന്യൂസ് കിട്ടിയിട്ടില്ലെങ്കിലും പക്ഷേ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന കുറേ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ഞാനും വിശ്വസിച്ചിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഇതിൽ റീസെൻ്റ്ലി നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ, ആർക്കൊക്കെയാണ് NFT കിട്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ എലിജിബിൾ ആണോ, നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾക്ക് പൈസ കിട്ടുമോ, എനിക്ക് പൈസ കിട്ടുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ കയറി പോകുന്നത് ഇവൻ്റെ മിനി ആപ്പിലേക്കാണ്. അപ്പോൾ മിനി ആപ്പിൽ കയറുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര നോയ്സ് ഉണ്ടായിക്കോട്ടെ. രാവിലെയാണ്, ടൗൺ ഏരിയയൊക്കെയാണ് വീട്, അപ്പോൾ അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ക്യാപ്സിലേക്ക് പോവാണ്. ഞാൻ ഉള്ളിൽ കയറുമ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അക്കൗണ്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു ലീഡർ ബോർഡാണ് എൻ്റെ ഒരു പിക്ചറിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനൊരു NFTക്കും എലിജിബിൾ അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് റെഫറൽ ഉണ്ടോ, എനിക്ക് നല്ല രീതിയിൽ തന്നെ റെഫറൽ ഉണ്ടായിരുന്നു. എനിക്ക് എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ട്, എന്താണ് 1435 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. മേ ബി എൻ്റെ താഴെ അല്ലെങ്കിൽ എൻ്റെ ലിങ്കിൽ നിന്ന് കയറിയ ആൾക്കാർക്ക് പോലും ഇത്രത്തോളം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഒരിക്കലും എലിജിബിൾ അല്ല. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനൊരു പോൾ ഇട്ടു, നിങ്ങൾ എലിജിബിൾ ആണോ അല്ലേ എന്ന്. അപ്പോൾ അവിടെയും ആൾക്കാർ എലിജിബിൾ എന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാര്യമൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇവിടെ താഴോട്ട് എല്ലാ സ്ക്രീനിലും എല്ലാ ഓപ്ഷനിലും ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്, എവിടെയെങ്കിലും ഞാൻ എലിജിബിൾ ആവോ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ NFTക്ക് നല്ല വാല്യൂ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ NFT വാല്യൂ ഒന്ന് നോക്കാം. അപ്പോൾ NFT വാല്യൂ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ NFT ഒക്കെ വാങ്ങുന്ന GetJam എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മുടെ പവൽസ് ധ്രുവിൻ്റെ ക്യാപ്സ് അവിടെ NFT ആയിട്ട് കിടക്കുന്നത്. പവൽസ് ധ്രുവ്സ് ക്യാപ്പ് ഈസ് എ എക്സ്ക്ലൂസീവ് NFT കളക്ഷൻ ബൈ ടെലിഗ്രാം. ഓണേഴ്സ് ക്യാൻ ഷോക്കേസ് ദിസ് യൂണിക് NFT ഇൻ ദ ഗിഫ്റ്റ് സെഷൻ ഓഫ് ദെയർ ടെലിഗ്രാം അക്കൗണ്ട്, വിയർ ദം, ഡിസ്പ്ലേയിങ് ദം നെക്സ്റ്റ് ടു ദെയർ നെയിം ആൻഡ് അപ്ലൈ ദ ഗിഫ്റ്റ് യൂണിക് സ്റ്റൈൽ ടു പേഴ്സണലൈസ് ദ പ്രൊഫൈൽ പേജ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്യാം, നമ്മുടെ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. പക്ഷേ നമ്മളൊന്നും എലിജിബിൾ അല്ല എന്നാണ് അവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാം. എന്നാലും ഒരു വല്ല സാധ്യതയൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എലിജിബിൾ ആയിരിക്കില്ല. അപ്പോൾ എലിജിബിളായി പറഞ്ഞ ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വാല്യൂ ആ ഒരു GetJamൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ വാല്യൂ പ്രോഫിറ്റും കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ഞാനിവിടെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വാലറ്റ് സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ബാലൻസും എൻ്റെ അക്കൗണ്ടിൽ മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. ഞാനൊരു NFTയോ അങ്ങനെയുള്ളൊരു കാര്യത്തിനൊന്നും എലിജിബിൾ അല്ല എന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്കൊരു ക്യാപ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബൈയും അതേപോലെ തന്നെ നെക്സ്റ്റ് ബിഡും അതേപോലെ തന്നെ ബൈയൊക്കെ എന്ന് പറയുന്നത് 230 ടോൺ കൊടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഒരു ക്യാപ്സ് ഒക്കെ ബൈ ചെയ്യുന്നതും P2P വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സെല് ചെയ്യുന്നത്. $45 ക്യാപ്പ് ഉണ്ട്, $50 ക്യാപ്പ് ഉണ്ട്. അതേപോലെ തന്നെ 50, 73, 300 USDT, 78 ടോണ്, 76 ടോണ്, 75 ടോണ്, അതേപോലെ തന്നെ 80 ടോണ്, 80. നിങ്ങളിത് കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടുന്നത് എനിക്കറിയാം. പക്ഷെ ആരെങ്കിലും എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു ക്യാപ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ NFT അത് വിയർ ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ എൻഡ്സ് ഇൻ 5 days and 11 hours 32 minutes ഫെബ്രുവരി 11 എന്നൊക്കെ. നമുക്കിത് വാങ്ങുകയാണെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. ക്യാപ്സിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ട്. അപ്പോൾ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നില്ല എൻ്റെ ചാനലും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ മെമ്പേഴ്സും ആരും എലിജിബിൾ ആയിട്ടുണ്ടാവില്ല. അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ട് തന്നെ കുറച്ച് നല്ല അക്കൗണ്ടാണ്. അപ്പോൾ എന്നെക്കാളും കുറച്ച് താഴെയുള്ള അക്കൗണ്ടും ഇപ്പോൾ എന്നെക്കാളും നല്ല രീതിയിൽ തന്നെ അക്കൗണ്ടുള്ള ആൾക്കാരാണെങ്കിലും കൂടുതൽ ആൾക്കാരും ഞാനൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ എലിജിബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ആരുടെയും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ അവൻ്റെ ബഗ്ഗാണോ ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് ആർക്കും തരാത്തതാണോ എന്ന് പോലും അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ടും അവരാരും ഒരാൾക്കും ഒരു NFT ഗിഫ്റ്റ് പോലും കൊടുത്തിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. 432 സ്റ്റാർസൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആൾറെഡി ഈ ഒരു പെട്ടെന്ന് വന്ന പ്രൊജക്റ്റിനൊക്കെ ആൾക്കാർ വിശ്വസിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും എലിജിബിൾ ആയിട്ടില്ല. ഇവർക്കൊരു ചാറ്റ് സെഷൻ ഇല്ല, ഒരു ഗ്രൂപ്പ് ഇല്ല. അത് കാരണം നമുക്കിതൊന്നും അറിയാനും പറ്റില്ല. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, ഞാൻ ഇന്നലെ അനൗൺസ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞ വാൽറ്റിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ വാൽറ്റിയം എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റ് നമുക്ക് റീസെൻ്റ്ലി എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്? അവരൊരു ഫെബ്രുവരി ഇല്ലെങ്കിൽ ജാനുവരി ഒരു സമയത്ത് തന്നെ, ജാനുവരി 7-ാം തീയതിയൊക്കെയാണ് ഇവൻ്റെ ഒരു വാലറ്റ് അവർ എന്ത് ചെയ്ത് കൊണ്ടുവന്നത്, നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് തന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാലറ്റിൽ നമുക്ക് പെർ റഫറിൽ എത്രയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ 40 രൂപയാണ്. അവൻ്റെ കണക്കിൽ അതെന്താണ്, ഒരു ചെറിയ എമൗണ്ട് ആണ്. 0.4 USDT എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ നമുക്കത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇതൊരു ഇവൻറ്റ് പോലെയാണ് അവർ നടത്തുന്നത്. അവർ ആൾറെഡി ഒരു 50K ഒരു യൂസേഴ്സൊക്കെ ആയപ്പോൾ അവരെന്ത് ചെയ്തു, വീണ്ടും യൂസേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവൻ്റ് ആയിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്ത്. അപ്പോൾ ദ വാൽറ്റിയം വാലറ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് മൾട്ടി ചെയിൻ കീറിംഗ് ഫോർ എവരി അസെറ്റ് ഇൻസൈഡ് ടെലിഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫീയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അസെറ്റ് സ്വാപ്പ് ചെയ്യാനും അയക്കാനും പറ്റും. ഇവിടെ മേജറായിട്ടുള്ള അസെറ്റ് ഏതൊക്കെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവർക്കൊരു കോയിൻ ഉണ്ട്, TEX എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോയിനാണ് ഇവർക്കുള്ളത്. അതേപോലെ തന്നെ അവൻ്റെ റെഫറൽ പ്രോഗ്രാം അവർ ഒഫീഷ്യലായിട്ട് അവൻ്റെ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട് അനൗൺസ്മെൻറ്റ്, വാൽറ്റിയം റെഫറൽ പ്രോഗ്രാം ഈസ് ഹിയർ, വി ഹാവ് ഗ്രോൺ ടു 50K യൂസേഴ്സ് ആൻഡ് അവർ TEX ടോക്കൺ, അവൻ്റേതായിട്ടുള്ള ടോക്കൺ തന്നെയാണ് TEX എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ, ഈസ് അപ്പ് 40%. ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഫോർ 0.1 ടെക്സ് ഈച്ച് ആൻഡ് വൺസ് ദേ വെരിഫൈഡ് യു ഗെറ്റ് 5 ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 ടെക്സ് ആണ് കിട്ടുക. അപ്പോൾ ആൾമോസ്റ്റ് അറൗണ്ട് $40 ആണ് കിട്ടുക. അപ്പോൾ ഈ $40 കിട്ടുമോ എന്ന് ചോദിച്ചെന്നാണ് ഈ കോയിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയൊക്കെ ആവും. അപ്പോൾ എന്തായാലും നിങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചെങ്കിലും ഒരു 30 രൂപ to 40 രൂപ വരെ നിങ്ങൾ പ്രതീക്ഷിച്ചോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ ഇവൻ്റെ വാലറ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എത്ര അസറ്റാണ്, നിങ്ങൾക്ക് എത്രത്തോളം റഫറൽ വേണം ഇത് എന്ത് ചെയ്യാൻ, വിഡ്രോ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വാലറ്റ് ഇവിടെ ഓപ്പൺ ആക്കുന്നുണ്ട്. വാലറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള എല്ലാ ടൈപ്പ് വാലറ്റിൽ എങ്ങനെയാണ്, എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളത്, അസറ്റ് അവിടെ കാണിക്കും, സ്വാപ്പ് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവർ മെയിനായിട്ട് ഇവിടെ എന്താണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഒരു ഫീയും നിങ്ങൾ തരണ്ട എന്നുള്ളൊരു കാര്യമാണ്. കുറച്ച് ലോഡാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്, ക്ഷമ വേണം, ക്ഷമയോടെ തന്നെ ഇത് ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആൾറെഡി റെഫർ ചെയ്തത് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് എവിടെയാണ് കാണുക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഏൺ സെഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റെഫറൽ പ്രോഗ്രാം ഉണ്ട്, കമ്മിങ് സൂൺ ഉണ്ട്. അപ്പം വീണ്ടും ഏൺ ചെയ്യാനുള്ള പുതിയൊരു പദ്ധതികൾ അവരിവിടെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെഫറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എനിക്കിവിടെ 132 റെഫറിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വീണ്ടും കയറും. എന്തായാലും നല്ല പ്രോഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ആൾറെഡി കയറിയവർക്കൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഓരോ പേഴ്സൻറ്റേജ് എന്താവുന്നുണ്ട്, അതിങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അവർ ഈ ഒരു വാലറ്റിൽ എൻഗേജ്മെൻ്റ് ആയാൽ മാത്രമാണ് നമ്മളിത് വെരിഫൈ ആവുകയുള്ളൂ. അപ്പോൾ അത് വെരിഫൈ ആവാൻ നിങ്ങൾ പൈസ കൊടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ദിവസം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഈ വാലറ്റ് ഒന്ന് യൂസ് ചെയ്യുന്ന പോലെ അതിൽ ചെയ്ത് എൻഗേജ്മെൻ്റ് ആയാൽ മതി. അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ചെയ്ത റെഫറലുകളൊക്കെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് 5% അല്ലെങ്കിൽ 5 TX കിട്ടും. അപ്പോൾ ഈ 5 TX എന്ന് പറയുന്നത് എത്ര രൂപയാണ് ഇന്നെന്ന് പറഞ്ഞാൽ $0.0861 ആണ്. അപ്പോൾ നമുക്ക് ആൾമോസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി വിലയിൽ തന്നെ $0.1 ആണെങ്കിൽ ഞാൻ എൻ്റെ എന്തിലിട്ടിട്ടുണ്ട്, എൻ്റെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുടെ നിന്ന് കിട്ടുന്ന റെഫറൽ എന്ന് പറഞ്ഞാൽ 5 TX ആണ്. $45 അല്ലെങ്കിൽ 0.45 USDT 40 രൂപയാണ്, 45 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കൊരു 30 റെഫറലൊക്കെ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 14 USDT ആണ്. അപ്പോൾ എനിക്കിവിടെ 136 USDT ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ല പൈസ കിട്ടില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടും. 136 ഇൻറ്റു ഞാനിവിടെ കണക്കാക്കാൻ പോകുന്നത് ഒരാൾക്ക് 5 TX വെച്ചിട്ടാണല്ലോ കിട്ടുക. അപ്പോൾ എനിക്കിവിടെ കിട്ടാൻ പോകുന്നത് 680 TX ടോക്കണാണ്. അപ്പോൾ ഒരു ടോക്കൺ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ തന്നെ ഞാൻ കണക്കാക്കാം
0.08 എന്ന് കണക്കാക്കുമ്പോൾ എനിക്ക് $54 കിട്ടും. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യും, സോറി ഈ 650 എന്ന് പറയുന്നത് ഓരോ TX നിങ്ങൾ കണക്കാക്കണം. 5 TX എന്ന് പറയുന്നത് ഒരാളുടെ 5 എണ്ണം കിട്ടും. അപ്പോൾ എത്ര റഫറലുണ്ടോ അത്രത്തോളം വാല്യൂ നമുക്ക് ഇന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ നോക്കുകയാണ്, 5 TX അതേപോലെ തന്നെ എനിക്ക് 136 റഫറലുണ്ട്. അപ്പോൾ മൊത്തം 680 TX ആണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഒരു TXൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.01 ഒക്കെ ആണെങ്കിൽ എനിക്ക് $68 കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. മേ ബി ഈ കണക്ക് തെറ്റായിരിക്കാം, നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു TX അവിടെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വാല്യൂലൊക്കെ 45 രൂപയൊക്കെ ആണെങ്കിൽ, ഞാനിത് ഏറ്റവും മിനിമം ആയിട്ടാണ് ഞാൻ നോക്കിയിട്ടുള്ളത്, $45 $0.45 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് $306 ഒക്കെയാണ് കിട്ടുക. അപ്പോൾ എന്തായാലും ഒരു 2 ആയാലും 136 കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ വേരി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ 1, 2 ആയാൽ എനിക്ക് $81 കിട്ടും. അതേപോലെ തന്നെ എനിക്കിവിടെ ഒരു 4 എന്നുള്ളതായി $278 കിട്ടും. 3 നിന്നായി $204 കിട്ടും. 2 തന്നെ നമുക്ക് മാക്സിമം കൂട്ടിയാൽ മതി 136. 1 തന്നെ കൂട്ടിയാൽ തന്നെ എനിക്ക് $68 കിട്ടും. അപ്പം നിങ്ങൾക്കും ഒരു $10 ഉള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ റെഫറൽ ചെയ്യുക. ഇപ്പം അതിലെ ഒരു ടാസ്ക് വന്നു എന്ന് പറഞ്ഞാൽ റെഫറൽ ടാസ്ക് മാത്രമേ ഉള്ളൂ. അതും നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാനുള്ള പല വഴികളും അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഇനി വെറും കുറച്ച് ദിവസം മാത്രമാണ് ഈ ഇവൻ്റ് ഉള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലൂട്ട്സിൻ്റെ കാര്യമാണ്. നമ്മുടെ പഴയ പോലെയല്ല, നമുക്കിപ്പോൾ ഒരുപാട് ലൂട്ട്സ് ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇതിലും കൂടി ഒന്ന് കയറുക. ഇപ്പോൾ ഏഞ്ചൽ വൺ ആൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്സ്റ്റോക്സ് ചെയ്യാത്ത ആൾക്കാർ അപ്സ്റ്റോക്ക് ചെയ്യുക. 100 രൂപ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പേടിഎം മണി ചെയ്യാത്ത ആൾക്കാർ 251 രൂപയാണ് കിട്ടുക. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് 125 രൂപയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാനില്ല, അവിടെ കയറുക, UPI കൊടുക്കുക. UPI കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരെ അവൻ്റെ ബജാജിൻ്റെ പേജിലേക്കാണ് പോവുക. അവിടെ വന്നിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 125 രൂപ കയറും. അതേപോലെ തന്നെ ചോയ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതേപോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിലും കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് കയറുക, നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 100 രൂപ കിട്ടും. അപ്പോൾ ഇതൊന്നും കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായും കിട്ടുന്നുണ്ട്. കിട്ടാതെ നമ്മൾ ഇവിടെ വന്നിട്ട് എപ്പോഴും വീഡിയോൻ്റെ ലാസ്റ്റ് വന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പ്രൂഫും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേ ബി ഇതെന്താണ്, ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണാം ഇല്ലെങ്കിൽ കാണാതിരിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കട്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ റീസെൻ്റ്ലി ഇന്നലെ കയറിയ 160 രൂപേൻ്റെ ഏഞ്ചൽ വണ്ണ്, നിങ്ങൾ ഏഞ്ചൽ വണ്ണ് കറക്റ്റ് പ്രോസസ്സ് വൈഫൈ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് 1 രൂപ ട്രാക്കിംഗ് ആയിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും, 170 രൂപ കിട്ടും. എനിക്ക് 160 രൂപ കിട്ടും. അതേപോലെ തന്നെ ആ ലൂട്ടിൻ്റെ ഇല്ലെങ്കിൽ എന്താ വെബ്സൈറ്റ് ലൂട്ടിൻ്റെ 125 രൂപ, ഏഞ്ചൽ വണ്ണിൻ്റെ 160 രൂപ അങ്ങനെ ഒരുപാട് ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാഷ് ഫ്രീ എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ബൾക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിട്ടുക. ഈ അപ്സ്റ്റോക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ബൾക്ക് പേ എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും കിട്ടുക. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇന്നലെയൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, 100 രൂപ അപ്സ്റ്റോക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, KYC കംപ്ലീറ്റ് ചെയ്യുക, ഒരു അക്കൗണ്ട് എടുക്കുക. അത് മാത്രം ചെയ്തെന്നാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പൈസ കയറുന്നതാണ്. ഈ ലിങ്ക് വേറെ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ലിങ്ക് ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ക്യാപ്സിനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ വാൽക്യൂം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ ക്യാപ്സിൽ എലിജിബിൾ ആണെങ്കിൽ താഴെ വന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് ആ NFT ക്ലെയിം ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.